ഹായ് ഡിയേഴ്സ്, പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പ്രഗ്നൻ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു ദിവസം എങ്ങനെയെന്ന് നോക്കിയാലോ. രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് ബാൽക്കണി പോയി തുറന്ന് കുറച്ച് നേരം അവിടെ നിന്നിട്ട് നല്ല ശുദ്ധമായി ശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. കുറേ നേരം ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഞാൻ നിൽക്കും. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് കുളിക്കാനായിട്ട് നേരെ തലയിൽ എണ്ണ തേക്കാനായിട്ട് പോയി. ഇതെനിക്ക് അന്ത്യമ്മ കാച്ചി തന്ന എണ്ണയാണ്. എണ്ണയൊക്കെ തലയിൽ തേച്ച് മസാജ് ചെയ്ത് കുറച്ച് നേരം അങ്ങനെ നിന്നു. ഇന്ന് ഞങ്ങളുടെ കൂടെ അമ്മമാരാരുമില്ല. ഞാൻ മുമ്പത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, പ്രഗ്നൻ്റ് ആയ പിന്നെ അമ്മമാരാരെങ്കിലും കൂടെ ഉണ്ടാവുന്നു. പക്ഷേ ഇന്ന് രണ്ടുപേരില്ല കേട്ടോ. ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ, ഞാനും ചക്കും മാത്രമേ ഉള്ളൂ. അവരുണ്ടെങ്കിൽ ഞാൻ ഇത്ര രാവിലെ എഴുന്നേക്കില്ലേ, കുറച്ചുകൂടെ കിടന്നുറങ്ങും. കാരണം എനിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ചക്കു നല്ല ഉറക്കം കേട്ടോ. ഇപ്പോഴും എണീറ്റിട്ടില്ല. ഞാൻ അപ്പോഴേക്കും പോയി കുളിച്ച് ഫ്രഷായിട്ട് വന്നു. കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് വിളക്ക് കത്തിക്കുക എന്നുള്ളതാണ്. ഞാനും ചക്കും കൂടെ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആയപ്പോൾ മുതൽ ഞാൻ തുടങ്ങി വെച്ചൊരു ശീലമാണ് കേട്ടോ അത്. രാവിലെ വിളക്ക് കത്തിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്ക്. എന്തെങ്കിലും ഒരിക്കൽ കത്തിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എനിക്ക് അന്നത്തെ ദിവസം ഭയങ്കര മൂഡ് ഓഫ് ആട്ടോ. ഇപ്പോൾ പിന്നെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എനിക്ക് 7th മന്ത് വരയ്ക്കും ഡെയിലി കത്തിക്കാമല്ലോ. വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ച് കുറിയൊക്കെ തൊട്ട് പിന്നെ ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി. ഇത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അമ്മമാരില്ലാത്ത എൻ്റെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് ലൈഫ് ഡിസിപ്ലിൻഡായിട്ട് കൊണ്ടുപോകാനും ആ റുട്ടീൻ കീപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എന്നിട്ട് ഞാൻ നല്ലൊരു ചായ ഇട്ട് കുടിക്കാമെന്ന് പറഞ്ഞു പോയി. ചക്കു ചായ കുടിക്കില്ല, ചക്കു ചായയും കോഫിയും ഒന്നും കുടിക്കില്ല. ഞാൻ പണ്ടൊരു ഭയങ്കര ഒരു ചായപ്രേമിയായിരുന്നു കേട്ടോ. വീട്ടിലെല്ലാവരും ചായ കുടിക്കും, ഞങ്ങളെല്ലാവരും രാവിലെയും വൈകുന്നേരവും ചായ കുടിക്കുമായിരുന്നു. ചക്കുൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ് ചായ കൂടി എനിക്ക് കുറഞ്ഞത്. പക്ഷേ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം എനിക്ക് രാവിലെ ഒന്ന് ഉഷാറാവണമെങ്കിൽ ഒരു ചായ മസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ നല്ലൊരു ഏലക്ക ഇട്ടൊരു ചായ അങ്ങോട്ട് ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ ബാൽക്കണിയിൽ പോയിരുന്നു ചായ കുടിക്കുകയാണേ. ഈ ടൈമിൽ ഞാൻ ചില ദിവസങ്ങളിലും ഫേഷ്യൽ എക്സസൈസൊക്കെ ചെയ്യാറുണ്ട്. ചില ദിവസം എനിക്ക് മടിയായിരിക്കും. അപ്പോൾ ഞാൻ ചുമ്മാ ചായയും കുടിച്ച് വീണ്ടും കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരുന്നപ്പോൾ പതിവില്ലാണ്ട് ഒരാൾ നേരത്തെ എണീറ്റ് വന്ന് റെഡിയായി വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് ചക്കു ഇന്ന് സൺഡേ ആയിട്ട് നേരത്തെ എണീറ്റേ? അപ്പോൾ പറഞ്ഞു, ചക്കു രാവിലെ എണീറ്റ് ക്യാമറ അവിടെ വെക്കുന്നു ഇവിടെ വെക്കുന്നു വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വിഷമം വന്നു, അതുകൊണ്ട് എണീറ്റാന്നൊക്കെ പറഞ്ഞത്. ഇത് ഞങ്ങളുടെ ലൈഫിലെ ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ബേബിയുടെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ടൈം ചക്കുവിന് ഫീൽ ചെയ്യുന്ന ഇന്നാണേ. എനിക്ക് ഫീൽ ചെയ്യും. സാധാരണ ചക്കു വന്ന് തൊട്ട് നോക്കുമ്പോൾ അപ്പോഴേ ആൾ അനങ്ങാണ്ട് ഒളിച്ചിരിക്കും. പക്ഷേ ഇന്ന് ചക്കുവിന് നന്നായിട്ട് ഫീൽ ചെയ്തു. അതിൻ്റെ ആ ഒരു സന്തോഷമാണ് ചക്കുവിൻ്റെ മുഖത്ത് കാണുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോയി. ഇന്ന് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ തലേന്ന് അതിൻ്റെ ബാറ്ററൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആയപ്പോൾ നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്നിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫുള്ള് ലീക്കായി പുറത്തേക്ക് പോകും. അതുകൊണ്ട് ഞാൻ 2 ബൗളിലാക്കി വെച്ചിരിക്കുകയായിരുന്നു. രണ്ടും തുറന്നു നോക്കി, രണ്ടും നല്ല പതഞ്ഞ് പൊങ്ങി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അങ്ങോട്ട് മിക്സ് ചെയ്യുകയാണ്. ചക്കുവിന് ഏറ്റവും ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ. അതിൻ്റെ കൂടെ ചമ്മന്തി വേണമെന്നില്ല, എനിക്ക് ചമ്മന്തി ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് ഇഡ്ഡലി സാമ്പാർ മാത്രമേ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ സാമ്പാറിനുള്ള വെജിറ്റബിൾസ് എല്ലാം ഞാൻ ഫ്രിഡ്ജിൽ ഓരോ കണ്ടെയ്നേഴ്സിലാക്കി വെച്ചേക്കാണ്. അപ്പോൾ അതൊക്കെ എടുക്കുകയാണ്. സാമ്പാർ ഞാൻ ഫസ്റ്റ് ടൈം സാമ്പാർ ഉണ്ടാക്കുന്നത് എറണാകുളത്ത് പോയപ്പോഴാണ്. അപ്പോൾ അമ്മയോടും ചോദിച്ചു, കുറച്ച് യൂട്യൂബിൽ വീഡിയോസൊക്കെ നോക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു സാമ്പാറായിരുന്നു. മല്ലിയിലൊക്കെ ഇട്ടിട്ടുള്ള കളർ കുറഞ്ഞിട്ടുള്ള സാമ്പാർ. അപ്പോൾ അത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോൾ ഞാൻ തന്നെ പറയുമ്പോൾ തള്ളായിപ്പോയി അല്ലേ. ചക്കുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചക്കു കുറേ നാൾ ചെന്നൈയിലുള്ളതുകൊണ്ട് ചക്കു പറയാം, ചെന്നൈയിലെ സാമ്പാർ പോലെ ഇരുന്നു, മല്ലിയിലൊക്കെ ഇട്ടതുകൊണ്ട് ആ ചെന്നൈയിലെ സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മുതൽ ഞാൻ ആ ഒരു ടൈപ്പ് സാമ്പാർ മാത്രമേ വെച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ എൻ്റെ ഒരു മാസ്റ്റർ പീസ് ഐറ്റമായിട്ട് മാറി ആ സാമ്പാർ. മല്ലിയിലൊക്കെ ഇട്ടിട്ടുള്ള ചെന്നൈയിലെ സാമ്പാറെന്ന് ഞാൻ തന്നെ പറഞ്ഞുണ്ടാക്കുന്നത്. ആ സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ എന്തായാലും കാണിക്കാം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഇത് കണക്കൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്, എന്നാലും നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതിന് കൂടുതൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ല, വേണമെങ്കിൽ ഇടാം. കാരണം ഈ സാമ്പാറിലുള്ള വെജിറ്റബിൾസ് ഞാനും ചക്കവും മാറ്റി വെക്കുവേ, അതുകൊണ്ടാണ് കൂടുതൽ വെജിറ്റബിൾസ് ഇടാത്തത്. പിന്നെ ആകെ കഴിക്കുന്ന പൊട്ടാറ്റോ, അപ്പോൾ അതും ക്യാരറ്റും പിന്നെ പച്ചമുളകൊക്കെ മാത്രമേ ഞാൻ ഇടാറുള്ളൂ. ഫസ്റ്റ് ഞാൻ നമ്മുടെ പയറുണ്ടല്ലോ, സാമ്പാർ പരിപ്പ്, അതങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ആ സാമ്പാർ പരിപ്പ് റെഡിയായി കിട്ടും.
ഒരു 2-3 വിസിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ സാമ്പാർ പരിപ്പ് വെന്ത് കിട്ടും. ആ ടൈമിൽ നമുക്ക് ഈ വെജിറ്റബിൾസ്, ഞാനിതിനകത്ത് പൊട്ടേറ്റോയും സവാളയും ക്യാരറ്റും പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്കിട്ടിട്ട് ഒറ്റ വിസിൽ മതി. പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് നമുക്ക് എത്രത്തോളം വേണോ ഗ്രേവി അല്ലെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി എത്രത്തോളം വേണം അതനുസരിച്ചിട്ട് പുളിവെള്ളം ചേർത്ത് കൊടുത്ത് ഒറ്റ വിസിൽ അടുപ്പിച്ചെടുക്കാം. ഒറ്റ വിസിലായി കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ നമ്മൾ മസാല ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി. ഇപ്പം ഞാൻ കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് എടുത്തിട്ടുള്ളൂ. മുളക് പൊടി കുറച്ചിട്ട് അതിനേക്കാളും കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഞാൻ സാധാരണ ചേർക്കൽ. അത് ചേർത്തിട്ട് ഫ്ലാഷ് ഇല്ലായിരുന്നു കേട്ടോ, അതാ കറക്റ്റ് കളർ മനസ്സിലാവാതെ. എൻ്റെ സാമ്പാറിന് ഈ ഒരു കളറായിരിക്കും എപ്പോഴും ഉണ്ടാവുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉലുവാപ്പൊടി, ഒരു കുഞ്ഞ് ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ ആവശ്യത്തിന് കായപ്പൊടി, ഇത്രയും ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക. നിങ്ങൾ ടേസ്റ്റ് നോക്കുക, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത്രയൊക്കെ ഉള്ളൂ മസാല ഐറ്റംസ് ഞാൻ ചേർക്കുന്നത്. സാമ്പാർ ഇനി അവിടെ നിന്ന് സെറ്റാകുന്ന ടൈം കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇഡ്ഡലി തട്ടിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോഴേക്കും ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ചക്കു എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിക്കാൻ ചക്കുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പിള്ളേർ കളിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ചക്കുവിന് ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ പറഞ്ഞ് ഇത് ഒഴിച്ച് തരാം. അങ്ങനെ ചക്കു താണ്ട് എല്ലാം നമ്മുടെ ഇഡ്ഡലി തട്ടിലേക്ക് മാവൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി സെറ്റാവാനായിട്ട് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാമ്പാറിലേക്ക് ഒരു സാധനം കൂടെ ആഡാക്കാനുണ്ട്. ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ടൊമാറ്റോയും അതുപോലെ വെണ്ടയ്ക്കയും കുറച്ച് 2 വെണ്ടയ്ക്ക ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഓയിലൊന്ന് വഴറ്റി നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കും. പിന്നെ കടുകും നമ്മുടെ കറിവേപ്പിലയും കടുകും കൂടെ ഒന്ന് ജസ്റ്റ് താളിച്ച് കൊടുക്കും. ഇത്രയേ ഉള്ളൂ, സാമ്പാർ റെഡി. പിന്നെ മല്ലിയിലയും കൂടെ ആഡ് ചെയ്യണം, അതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. മല്ലിയിലയും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് സെറ്റ്. പിന്നെ അതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ആ ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങും. ഇനി ഞങ്ങൾ രണ്ടുപേരുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും ഒപ്പം നമ്മുടെ സാമ്പാറും ഒക്കെ കൂട്ടി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ കിച്ചൺ ഒരു യുദ്ധക്കളം മാതിരിയാണ് കേട്ടോ. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ചിലർ കുക്ക് ചെയ്യുമ്പോൾ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് പോകുന്നത്. എനിക്കത് പറ്റില്ല. എനിക്ക് എങ്ങനെയാണെന്നറിയില്ല. ഞാൻ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാം പുറത്ത് വരും. പക്ഷെ അത് കഴിഞ്ഞ് ക്ലീൻ ചെയ്താലേ എനിക്ക് പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ അപ്പം ക്ലീൻ ചെയ്ത പോലെ നടക്കില്ല. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ചക്കു എന്തായാലും ഇന്ന് ഫ്രീ അല്ലേ, അപ്പോൾ ചക്കു എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കയറിയേക്കാണ്. ഇതാണ് നമ്മളല്ല ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ എന്ന് പറയുന്ന പോലെ ഞാൻ സ്വപ്നം കണ്ട ലൈഫ് ഇതായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, ചക്കു വീട്ടിൽ കുഞ്ഞൊരു കുപ്പ എടുക്കില്ലായിരുന്നു. ഇത് വീഡിയോ വരുമ്പോൾ എന്നെ കൊല്ലുമായിരിക്കും. എന്നാലും ഞാൻ പറയുകയാണ്, ശരിക്കും ചക്കു വീട്ടിലൊരു മടിയനാണ്. 2 ആൺമക്കളാണ് അമ്മയ്ക്ക്. ഉണ്ണിമോൻ പിന്നെയും, അനിയനാണ് ചക്കുവിൻ്റെ, ഉണ്ണിമോൻ പിന്നെയും ചെയ്യും എന്നൊക്കെ അമ്മ പറയും. ചക്കു ഒന്നും ചെയ്യില്ല, ഒരു മടിയനാണ്. ഇപ്പോഴും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മയുടെ പെറ്റാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ടൈമിലൊക്കെ എന്തെങ്കിലും വേണേൽ അമ്മ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആൾ ഞങ്ങൾ എറണാകുളത്ത് ഷിഫ്റ്റ് ആയതിനു ശേഷം ഭയങ്കര ഒരു ചേഞ്ചായിരുന്നു കേട്ടോ. ഞാനൊന്നും പറഞ്ഞ് ചെയ്യേണ്ടി വന്നിട്ടില്ല, പക്ഷെ ചക്കു എല്ലാം അറിഞ്ഞ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ പണ്ട് മുതലേ സ്വപ്നം കണ്ട കാര്യമാണ് ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ചക്കു കൂടെ ഉണ്ടെങ്കിൽ അതെന്ത് സന്തോഷമായിരിക്കും. അത് ഭയങ്കര ഒരു പ്രത്യേക ഫീലിംഗ്, പെട്ടെന്ന് ജോലിയും കഴിയും. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യാൻ നിന്നിരുന്നെങ്കിൽ എന്തോ ഒരു ടൈം എടുത്ത്. ഇത് ഞാൻ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിലും ചക്കു എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ കിച്ചണിൽ. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ ക്ലീനിങ്ങും പരിപാടിയും എല്ലാം കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്കത്തെ ലഞ്ചിനുള്ള പുറപ്പാടാണ്. ആദ്യം തന്നെ നമ്മൾ ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. ചക്കു അരി എല്ലാം അളന്ന് തരാണ്. ഇത് നല്ല വെയിറ്റുള്ളൊരു ബോക്സാണ് അരി ഇട്ട് വെച്ചേക്കുന്നത്, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ചക്കുവിനെ എടുത്ത് അരി കളന്ന് തരാണ്. ഞാനത് നന്നായിട്ട് വാഷ് ചെയ്ത് നമ്മൾ ചോറ് വെക്കാനായിട്ട് പോവാം. ഇന്ന് ഫിഷ് കറി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും പിന്നെ എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടിയും ഒഴിക്കാനും എന്തെങ്കിലും വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഫിഷ് നമ്മൾ തലേന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. തലേന്ന് രാത്രിയാണ് നമ്മൾ പോയി മേടിക്കൽ. ഇവിടെ രാത്രി മാർക്കറ്റാട്ടോ, രാത്രി നല്ല തിരക്കാണ്. എനിക്ക് മാർക്കറ്റിൽ പോയി മീനൊക്കെ മേടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചക്കുന് തീരെ ഇഷ്ടമില്ലാത്ത സംഭവം. ഞാനിങ്ങനെ കയറി ഇറങ്ങി നടന്ന് എല്ലാ മീനും നോക്കി അതൊക്കെ മേടിക്കാനും ചീരയും അതും ഇതൊക്കെ മേടിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അങ്ങനെ ഞങ്ങൾ രാത്രി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാത്രി തന്നെ ക്ലീൻ ചെയ്തങ്ങ് വെക്കും. രാത്രി ഫുള്ള് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അത്രയും പണി കുറവായിരിക്കുമല്ലോ. അങ്ങനെ ഇതിന് ഞാൻ ചുവപ്പൻകോര എന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. ചുവപ്പൻകോര എന്ന് പറയും. പക്ഷെ എനിക്കൊന്ന് ചെമ്പല്ലി എന്നൊക്കെ പറയുമെന്ന് തോന്നിയത്. അതിന് ഇത് തന്നെയാണോ പറയുന്നത്? നമുക്ക് സാധാരണ ഇതിൻ്റെ വലിയത് കിട്ടും. ഇത് കുറച്ച് പണി കൂടുതലായിരുന്നു ഇത് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് പറയാൻ. അപ്പോൾ ഞാനിതിനകത്തും അതും ചെറിയ സൈസായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് കിട്ടാനില്ലായിരുന്നു. മാർക്കറ്റിൽ പോകുമ്പോഴൊന്നും ഇത് കിട്ടാനില്ല. അപ്പോൾ കണ്ടപ്പോൾ അങ്ങ് മേടിച്ചെന്നേ ഉള്ളൂ. ഇനി ഞാൻ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സിമ്പിൾ ഫിഷ് കറി വെക്കാൻ പോവാണേ. ഇത് ഞാൻ ഒരു പ്രാവശ്യം ഈ ഒരു കറി ഉണ്ടാക്കി നോക്കി. അത് സക്സസ്ഫുള്ളായിരുന്നു. ചക്കുവിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു, എനിക്കും ഇഷ്ടപ്പെട്ടു. കുറച്ച് ഗ്രേവി കൂടുതലുള്ളൊരു ടൈപ്പ് ഫിഷ് കറിയാണ്. വേണമെങ്കിൽ നമുക്ക് റെസിപ്പി കാണാം. നമ്മൾ മീൻ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചു. ഈ ഗ്രേവി കൂടുതലുള്ള ഫിഷ് കറി ഇഷ്ടമുള്ളവർക്കും അതുപോലെ ഒരുപാട് ഗ്രേവിയൊക്കെ നമ്മൾ ചോറിനൂടെ കഴിക്കുന്നവർക്കൊക്കെ ഈ കറി വെച്ച് നോക്കാം കേട്ടോ. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് കൊച്ചുള്ളി വേണം, കുറച്ച് കൊച്ചുള്ളി. പിന്നെ അതിന് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെന്ന് നിർബന്ധമില്ല. പിന്നെ ഞാൻ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതും ചേർക്കാം. എന്നിട്ട് ജസ്റ്റ് ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ. എന്നിട്ട് നമുക്കതിലേക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ വളരെ കുറച്ച് 1 ടീസ്പൂണിൽ താഴെ മല്ലിപ്പൊടി കുറച്ച് മതി, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മസാല ഐറ്റംസിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറാൻ ജസ്റ്റ് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഈ മീൻ കറിക്ക് നമുക്ക് വേണമെങ്കിൽ കുടംപുളി ചേർക്കാം. അപ്പോൾ എനിക്കും ചക്കുനും കുടംപുളിയുടെ ടേസ്റ്റ് ഭയങ്കര അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ സാധാ പുളിയുടെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം കുറച്ചൊന്ന് ഒഴിച്ചിട്ട് നമ്മുടെ ഈ ഒരു ഗ്രേവി മസാലയൊക്കെ ഒന്ന് മിക്സ് ആകുന്നവരെ ജസ്റ്റ് ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ, എത്രത്തോളം ഫിഷ് ഉണ്ടോ അതിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു തക്കാളി നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് എത്രത്തോളം വേണോ അതുകൂടെ ചേർത്ത് ക്ലോസ് ചെയ്ത് വെച്ച് നന്നായിട്ട് തിളയ്ക്കാം. തിളച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഫിഷ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫിഷ് എല്ലാം ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് ക്ലോസ് ചെയ്തൊന്ന് ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കൈ പുക പോന്നു, പുക പോന്ന പോലെ. മതി നല്ല തേങ്ങ അല്ലേ? എനിക്കിഷ്ടമില്ലാത്തൊരു ജോലിയാണ് തേങ്ങ തിരുമുന്നത്. എന്നെപ്പോലെ തേങ്ങ തിരുമുന്നത് തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, ഉണ്ടാവും മിക്കവർക്കും തേങ്ങ തിരുമ്പോൾ ഇഷ്ടമുണ്ടാവില്ല അല്ലേ ചക്കു? പിന്നെ എന്തിനാ ചക്കു തിരുമുന്ന? അയ്യോ എനിക്ക് എപ്പോഴും എൻ്റെ ചക്ക കേട്ട തേങ്ങ തിരുമ്പി തരുന്നത് ഇഷ്ടമല്ലെങ്കിലും ചെയ്ത് ശരിതാ. ഞാൻ ആ ടൈം കൊണ്ട് കുറച്ച് പയർ തോരൻ നോക്കാമെന്ന് വിചാരിച്ചു. ഇതിന് നീളം പയറെന്നല്ലേ പറയല്, എനിക്കറിയില്ല, നീളം പയറാന്ന് പറയുന്നത് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഭയങ്കര കെയർഫുള്ളായിട്ടൊക്കെ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള ആവശ്യമായിട്ടുള്ളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടോ. ഇപ്പോൾ എനിക്ക് നല്ല നമ്മുടെ ലുലു മോളിൽ നിന്ന് ഉണ്ടമുളക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഉടങ്കൊല്ലി മുളകെന്നൊക്കെയാണ് പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ചക്കൂനും അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ്. അപ്പോൾ കിട്ടിയതുകൊണ്ട് മിക്ക ഫുഡ് ഐറ്റംസിനകത്ത് ഞാനിപ്പോൾ അത് ആഡ് ആക്കുന്നുണ്ട്. വെഴുക്കുവരട്ടിയിലൊക്കെ ആഡ് ആക്കുന്നുണ്ട്. ഈ ഉണ്ടമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അറിയാമായിരിക്കും. ഒരു പ്രത്യേക നല്ലൊരു സ്മെല്ലാണ്, നല്ലൊരു ടേസ്റ്റാണ്. എനിക്ക് ഈ പയർ മെഴുക്കുവരട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർക്കാം. അപ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ പയർ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഫിഷ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുള്ള മസാലയൊക്കെ നമ്മുടെ ഫിഷ് ഫ്രൈക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി അതിലേക്ക് ഫിഷെല്ലാം വരഞ്ഞിട്ട് നമ്മൾ വാങ്ങിയത് വളരെ ചെറിയ ഈ ചുവപ്പൻകോരയായിരുന്നു. അപ്പോൾ അതിനകത്ത് പിന്നെയും കുറച്ച് സൈസുള്ളത് നോക്കിയിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തു. ബാക്കി നമ്മൾ കറിയിലിട്ടു.
അപ്പോൾ പാനിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് കുറച്ച് ഓയിലേ ഒഴിക്കുന്നുള്ളേ. ഇപ്പം ഓയിൽ അത്ര കഴിച്ചു വിടാം, അതുകൊണ്ട് വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എങ്ങനെയെങ്കിലും ഫ്രൈ ചെയ്തെന്നാൽ കഴിക്കാൻ എനിക്ക് കൊതിയുണ്ട്, എന്നാൽ കഴിക്കാനും പാടില്ലാത്ത സിറ്റുവേഷൻ. അതുകൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫിഷെല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് തക്കാളി മോരാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു ഫേവറേറ്റ് ഒഴിച്ച് കറിയാണ് തക്കാളി മോര്. അപ്പോൾ കറികളെല്ലാം സെറ്റായി, ഫിഷ് കറി റെഡിയായി, തക്കാളി മോരായി, എല്ലാം ആയി. ഏത് വേണം? എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരോട് ഒരുമിച്ചിരുന്ന് ലഞ്ച് അങ്ങോട്ട് കഴിച്ചു. ഇതെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര വിശപ്പായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് വിശന്ന് വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് തള്ളാണ്. പക്ഷേ കറികളെല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. എനിക്കിപ്പം ഉച്ചയ്ക്കകത്ത് ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ പെട്ടെന്നൊരു സ്വീറ്റ് ക്രേവിങ്സ് വരും. അപ്പോൾ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വരിക്ക ചക്ക ഇരിപ്പുണ്ട്. അയ്യോ, ഞാൻ എന്തോരം കൊതിച്ചിട്ടിയ സാധനമെന്നറിയാമോ. അതിങ്ങനെ ബോക്സിൽ സൂക്ഷിച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ 2-3 എടുത്ത് കഴിക്കേ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊന്നും പുറത്ത് പോവാണ് ഷോപ്പിങ്ങിനെ. എൻ്റെ വളക്കാപ്പ് വരെയാണ്. അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റ് എടുത്തു. ഫുഡ് കഴിച്ച് കഴിഞ്ഞാലേ ഉള്ളൂ എന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് എല്ലാവരും ഒന്ന് ഫോണിലൊക്കെ കുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ റെഡി ആവണം. നേരത്തെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് പോകാനായിട്ട് റെഡി ആവാണ്. അപ്പം ഒരുങ്ങുന്നതിനിടയ്ക്ക് ചക്കുവിനെ മാക്സിമം ശല്യം ചെയ്യാൻ നോക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെന്തായാലും വീടൊക്കെ പൂട്ടി ഇറങ്ങുകയാണേ. എനിക്ക് പിന്നെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. ഞാൻ മുമ്പ് എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ പറയും ചക്കു എനിക്ക് കാല് വേദനിക്കുന്നു, അവിടെ വേദനിക്കുന്നു, ഇവിടെ വേദനിക്കുന്നു. പക്ഷെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാക്കിക്കില്ല. ഞാൻ കറങ്ങി നടക്കുമെന്ന് പറഞ്ഞ് എപ്പോഴും എന്നെ ചക്ക കളിയാക്കും കേട്ടോ. ഫസ്റ്റ് ഞങ്ങൾ സാരി നോക്കാനായിട്ടാണ് പോയത്, വളക്കാപ്പിനുള്ള സാരി നോക്കാനായിട്ട്. അപ്പം കുറേ നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടന്നു. ചിലതൊക്കെ വെച്ച് നോക്കി, ഉടുത്ത് നോക്കി. അങ്ങനെ ലാസ്റ്റ് എനിക്കിഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്തു കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചക്കുവിനോട് ചോദിക്കും നമുക്കിന്ന് എന്തൊക്കെയാണ് ചക്കു വാങ്ങാനുള്ള. ആദ്യം ഒരു ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങും. അപ്പോൾ ഇന്നത്തെ ലിസ്റ്റിൽ എനിക്ക് ഉള്ള സാരിയും കുറച്ച് ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നേ. പക്ഷേ ഞങ്ങൾ ഷോപ്പിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതാണ് ചക്കുവിൻ്റെ മെയിൻ പരിപാടി. എനിക്കുള്ള സാരിയും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ ചക്കു ഇങ്ങനെ നടക്കും. ചക്കുവിനൊരു 3-4 ഡ്രസ്സെങ്കിലും എടുത്തില്ലെങ്കിൽ ചക്കുവിന് ഒരു സമാധാനമില്ല. ഇറങ്ങുമ്പോൾ ഇത് ലിസ്റ്റിലില്ലാത്ത കാര്യമാണ്. പക്ഷേ എപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ചക്കുവിനെ കുറേ എടുത്തിട്ടുണ്ടായിരിക്കും. ഷോപ്പിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടൈം പോകുന്നത് അറിയേയില്ലല്ലോ. പുറത്തിറങ്ങിയപ്പോൾ നല്ല ഇരുട്ടിട്ടുണ്ടായിരുന്നേ, നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന്. തട്ടുകട നോക്കിയാണ് ഇറങ്ങിയത്. കുറേ തട്ടുകട നോക്കി വന്നപ്പോൾ ലാസ്റ്റ് ഒരെണ്ണം കണ്ടു. എനിക്ക് തട്ടുദോശ കഴിക്കാനൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷെ കയറിയപ്പോൾ പെട്ടെന്ന് എൻ്റെ സ്വഭാവം മാറി. എനിക്ക് പൊറോട്ടയെന്ന് അവർ പറഞ്ഞപ്പോൾ പൊറോട്ട കഴിക്കാൻ ആഗ്രഹം തോന്നി. അങ്ങനെ ഞാൻ 2 പൊറോട്ടയും ചക്കു പിന്നെ ദോശയും പൊറോട്ടയും മിക്സ് ചെയ്ത് കഴിച്ചു. പക്ഷെ അവിടെ ചായ ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഒരു ചെറിയ ഹെഡേക്ക് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ചായ അല്ലെങ്കിൽ കോഫി കുടിക്കാനും പറഞ്ഞ് വേറൊരു ഷോപ്പിൽ നിർത്തി. ചൂട് കോഫി ഊതി കുടിക്കാനായിരുന്നു ഗുപ്തന് ഇഷ്ടം. ഗുപ്തന് വേണ്ട? ഗുപ്തൻ ചൂടുണ്ടേ. ഓക്കെ, എന്നാ ഫോൺ പിടിച്ചോ. ഒന്നും വേണ്ടെന്ന് പറഞ്ഞ ആളാണേ. വൈകിട്ട് വാങ്ങാൻ പോയി നിൽക്കുന്നത്. എന്താ അതോ എനിക്കാണോ? വേണ്ട, കുടിച്ചോ. കൊള്ളോ? അങ്ങനെ കറക്കമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഫ്ലാറ്റിലെത്തി. പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട് രാത്രിയിൽ. ചക്കു ഞാൻ ചിരിക്കാൻ വേണ്ടി ഓരോ ഗോഷ്ഠികൾ ഇങ്ങനെ കാണിക്കണ്ടേ. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇതായിരുന്നു ഞാൻ പറഞ്ഞ കുറച്ച് പണികൾ ബാക്കിയുണ്ടെന്നുള്ളത്. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോകേണ്ട കാരണം ഒക്കെ വാരി വലിച്ചിട്ടേക്കായിരുന്നേ. അപ്പോൾ ഇനി അതെല്ലാം ക്ലീൻ ചെയ്യാനുള്ളതാണ് പരിപാടി. ഇപ്പോൾ രാത്രി പുറത്തുനിന്ന് കഴിച്ചതുകൊണ്ട് ഇനി ഒന്നും ഉണ്ടാക്കിയൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ക്ലീനിങ്ങിന് കയറിയിട്ടുണ്ട്.
ചക്കു പറയും നമുക്ക് നാളെ ചെയ്യാം ചക്കു, അല്ലെങ്കിൽ നാളെ ഞാൻ രാവിലെ കഴുകിത്തരാം എന്നൊക്കെ പറയും. പക്ഷേ എനിക്കത് പറ്റില്ല. എനിക്ക് രാത്രി തന്നെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനമൊക്കെയാണ്. ഞാൻ കൂടുതലും ക്ലീനിങ്ങും കാര്യങ്ങളും രാത്രി ചെയ്യാറാണ് പതിവ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഭയങ്കര നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും, ഒരു പോസിറ്റീവ് ഫീലിംഗ് ആയിരിക്കും. ഒന്നും ചെയ്യേണ്ടല്ലോ, ഡയറക്റ്റ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാമല്ലോ. അപ്പോൾ ചക്കു അവിടെ പാത്രങ്ങളെല്ലാം കഴുകുന്ന ടൈം കൊണ്ട് ഞാൻ അവിടെയൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. ഞാൻ ഗ്യാസിൻ്റെ കുക്ക് ടോപ്പൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചെയ്യുമ്പോൾ പെട്ടെന്ന് പണിയും കഴിയേ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ സിങ്കും കൂടെ അങ്ങ് കഴുകി ക്ലീനാക്കി വെക്കും കേട്ടോ. അപ്പോൾ ചക്കു ഇത് ഞാൻ ചെയ്യുമ്പോൾ പറയും, ഒരു കാര്യം ചെയ്യും, പെയിൻറ്റും കൂടെ അടിച്ചിട്ട് വന്നാൽ പോരെ എന്ന് ചോദിക്കും. ദേഷ്യം വരും കേട്ടോ ഇത്രയും ക്ലീൻ ചെയ്യാൻ നിൽക്കുമ്പോൾ. പക്ഷെ ഞാനത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യുന്നതാണ്. അത് ഡെയിലി ചെയ്യലുണ്ട്. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല ക്ലീനായി ഡ്രൈ ആയി കിടക്കും. പിന്നെ ഇതുപോലെ ഫ്രിഡ്ജും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഡെയിലി ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കും. ഭയങ്കരമായിട്ട് ഡീപ്പ് ക്ലീനിങ് ഒന്നുമില്ല. ഇങ്ങനെ ചെയ്യുന്ന കാരണം നമുക്ക് ഡീപ്പ് ക്ലീനിങ് വല്ലപ്പോഴും ചെയ്താൽ മതി. ഫ്രിഡ്ജ് എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും. അപ്പോൾ അതും കൂടെയാണ് എൻ്റെ ഡെയിലി റൂട്ടീനിൽ വരുന്ന കാര്യങ്ങളായത്. പിന്നെ അമ്മമാരുള്ളപ്പം എന്നെ ഇങ്ങോട്ട് അടുപ്പിക്കലില്ല. ഞാൻ എന്നാലും ഒളിച്ചൊക്കെ വന്ന് തുടയ്ക്കുമ്പോൾ എന്നെ ഓടിച്ച് വിടും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രിയാണ് ഞാൻ എപ്പോഴും തൂക്കൽ. അതിനു വേണ്ടി പൊടിയൊന്നുമില്ല, ഞാനും ചക്കും മാത്രമേ ഉള്ളൂ. വലിയ പൊടിയും കാര്യങ്ങളൊന്നുമില്ല ഡെയിലി തൂക്കുന്നതുകൊണ്ട്. എന്നാലും ജസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് തൂത്ത് വൃത്തിയാക്കി അങ്ങോട്ട് വയ്ക്കും. അങ്ങനെ ഞങ്ങളുടെ ജോലികളെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ കിച്ചണൊക്കെ നല്ല ക്ലീനായി കിടപ്പുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ ലോബിയിൽ പോയി. ഞാൻ ഇന്നത്തെ ദിവസം നടന്നിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഞാൻ ഉച്ചയ്ക്ക് ടൈം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും ഇടയ്ക്ക് നടക്കലുണ്ട്. ഇപ്പോൾ എനിക്ക് ബാക്ക് പെയിനൊക്കെ ഉള്ള കാരണം നടക്കാൻ കുറച്ച് മടിയാണ്. എന്നാലും നടക്കണമല്ലോ വെച്ച് ഞങ്ങൾ താഴെ പോയി. ഞാനിങ്ങനെ നടക്കുകയാണ്. കുറച്ച് നേരം അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നു. നടന്ന് ക്ഷീണിച്ച് 2 മിനിറ്റ് നടന്ന് ക്ഷീണിച്ച് പോയിരിക്കും. നോക്കി, ഭയങ്കര നടത്താന്ന് പറഞ്ഞിട്ട് വന്ന ആളാ. അപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ചന്ദ്രനും നടക്കാനല്ലേ അവിടെ നിന്ന് ഇറങ്ങി താഴോട്ട് വന്നേ? മതിയാ? ചന്ദ്രമാവൻ എന്തി അവിടെ ഉള്ളല്ലോ. കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ തിരിച്ചു വന്നു. ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആവാനായിട്ട്. അപ്പോഴേക്കും ചക്കു ബെഡൊക്കെ നല്ല നീറ്റാക്കി ഇടുന്നുണ്ടായിരുന്നു കിടക്കാനായിട്ട്. അതൊക്കെ ചക്കു അങ്ങ് ചെയ്തോളും. ബെഡൊക്കെ വിരിച്ച് എല്ലാം സെറ്റാക്കി. പിന്നെ എനിക്ക് സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങിയാൽ മതിയല്ലോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നത്. എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യാനും. ഇപ്പോൾ എനിക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ, വെറുതെ ഇപ്പോൾ ബോറടിച്ചിരിക്കുന്ന ആ ടൈം ആയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെയും ചക്കുവിൻ്റെയും ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നത്. ഇനി ഞങ്ങൾ ഏറ്റവും കൂടുതലും കാത്തിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞാവ് വരാനാണ്. അപ്പോൾ ഞാൻ കുളിച്ച് വന്നു, സുഖമായിട്ട് കിടന്നുറങ്ങി. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഉറങ്ങുന്നവരെ ഇല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ആവില്ലല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.